ലഹരിയുടെ കാര്യം ഞാൻ പറഞ്ഞു, ഭക്ഷണത്തിൻ്റെ ക്രമീകരണത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ശരീരമനങ്ങാതെ 24 മണിക്കൂറും കസേരയിലോ അല്ലെങ്കിൽ കിടക്കയിലോ മാത്രമായി പുതിയ ജീവിതം നയിക്കുന്ന ചെറുപ്പക്കാർക്ക് പോലും ഈ 41 ദിവസം എത്രയോ ദൂരെയുള്ള ക്ഷേത്രങ്ങളിലേക്ക് കാൽനടയായി പോകുന്നു, അവിടെ പോയി ശയനപ്രദക്ഷിണമെടുക്കുന്നു, അല്ലെങ്കിൽ തീർത്ഥാടനങ്ങൾക്ക് പോകുന്നു. അതിലൂടെ കിട്ടുന്ന കായികമായിട്ടുള്ളൊരു ക്ഷമത. ഞാൻ പറയാറുണ്ട്, ശബരിമലയിൽ കയറി ഇറങ്ങുക എന്ന് പറയുന്നത് വർഷത്തിലൊരിക്കൽ നമ്മൾ കയറി ഇറങ്ങുമ്പോൾ നമ്മൾ നടത്തുന്ന ഒരു TMT ടെസ്റ്റാണ്, ഒരു ട്രെഡ്മിൽ ടെസ്റ്റാണ്. നീലിമലയും അപ്പാച്ചിമേടും കയറുക എന്ന് പറയുമ്പോൾ നീലിമല ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട്, അപ്പാച്ചിമേട് എന്ന് പറയുമ്പോൾ 1.5 കിലോമീറ്റേഴ്സ് ഉണ്ട്. കുത്തനെയുള്ള കയറ്റമാണ്. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ലാതെ കയറി ഇറങ്ങാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ഹൃദയാരോഗ്യം ഒരു കുഴപ്പവുമില്ല. ഒരു TMT ടെസ്റ്റ് നടത്തിയതിൻ്റെ ഗുണമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ കായികമായിട്ടുള്ള ക്ഷമത ഉറപ്പുവരുത്തുവാനും നമ്മുടെ വ്രതാനുഷ്ഠാനങ്ങളിൽ വകുപ്പുണ്ട്. ഭക്ഷണ ക്രമീകരണം ഉണ്ടാകുന്നുണ്ട്, ലഹരി വിമോചനം നടക്കുന്നുണ്ട്, കായികമായിട്ടുള്ള ക്ഷമത ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഉപരിയായി നമ്മളിപ്പോൾ കണ്ടുവരുന്ന രോഗങ്ങളിൽ 90% സൈക്കോസൊമാറ്റിക് രോഗങ്ങളാണ്. എന്താണ് സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ? മനസ്സിൻ്റെ അസ്വസ്ഥതകൾ കൊണ്ട് ഉടലെടുക്കുന്നതോ അല്ലെങ്കിൽ മനസ്സിൻ്റെ അസ്വസ്ഥതകൾ കൊണ്ട് അധികരിക്കുന്നതോ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് മനോജന്യ ശാരീരിക രോഗങ്ങൾ. പ്രഷറായാലും ഷുഗറായാലും ഹാർട്ടിൻ്റെ അസുഖമാണെങ്കിലും ഉറക്കക്കുറവാണെങ്കിലും എന്തുമാകട്ടെ, ശ്വാസകോശ പ്രശ്നങ്ങളാണെങ്കിലും ഇതിൻ്റെ എല്ലാം പിറകിൽ മനസ്സിൻ്റെ ഒരു അസ്വസ്ഥത ഒരു ഘടകമാണ്. അതിനെ നിയന്ത്രിക്കാൻ എന്താണ് മാർഗം? ഏറ്റവും പ്രയാസം മനസ്സിനെ നിയന്ത്രിക്കാനാണ്. ഇവിടെ സ്വാമിജി പറയുകയുണ്ടായല്ലോ, മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി, ക്രോധമുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി, ബുദ്ധിക്ഷയം ഉണ്ടാവുകയാണ്, ബുദ്ധിനാശം ഉണ്ടാവുകയാണ്. എന്തൊക്കെയാണ് പിന്നെ കാട്ടിക്കൂട്ടുന്നത് കോപം വന്നു കഴിഞ്ഞാൽ? അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് അഭ്യാസം എന്ന് പറയും. അഭ്യാസം എന്ന് പറയുമ്പോൾ എന്താണ്? മെഡിറ്റേഷൻ എന്ന് പറയും, ധ്യാനമെന്ന് പറയും, യോഗ എന്ന് പറയും, പ്രാർത്ഥന എന്ന് പറയും, നാമജപം എന്ന് പറയും. ഇതിനൊക്കെയുള്ള വഴി കൂടി ഈ വ്രതാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി നമ്മൾ ഒരുക്കുന്നുണ്ട്. നമുക്കറിയാം, കേരളം മുഴുവൻ ഒരു തീർത്ഥഘട്ടമായിട്ട് മാറുന്ന ഏറ്റവും മഹത്തായിട്ടുള്ളൊരു കാലഘട്ടമാണല്ലോ ഈ മണ്ഡല കാലഘട്ടം എന്ന് പറയുന്നത്. എല്ലാ ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകൾ നടക്കുന്നു, നാമസങ്കീർത്തനങ്ങൾ നടക്കുന്നു, സത്സംഗങ്ങൾ നടക്കുന്നു. കേരളം മുഴുവൻ ഒരു തീർത്ഥഘട്ടമായിട്ട് മാറുകയാണ്. അപ്പം അവിടെയെല്ലാം ഉറപ്പാക്കുന്നത് മാനസികമായിട്ടുള്ള ആരോഗ്യം കൂടിയാണ്. അങ്ങനെ ഭക്ഷണ നിയന്ത്രണത്തിലൂടെ, ലഹരി വിമോചനത്തിലൂടെ, ഫിസിക്കൽ ഫിറ്റ്നസ് ഉറപ്പാക്കി, കായികക്ഷമത ഉറപ്പാക്കി, മനസ്സിൻ്റെ ആരോഗ്യം ഉറപ്പാക്കി മനുഷ്യനെ സമ്പൂർണ്ണ ആരോഗ്യത്തിൻ്റെ സമുന്നത തലത്തിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ വ്രതാനുഷ്ഠാനങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുതന്നെയാണ് ഇതുപോലെയുള്ള യജ്ഞങ്ങളുടെയും ഇതുപോലെയുള്ള സത്സംഗങ്ങളുടെയും ഇതുപോലെയുള്ള കൂട്ടായ്മകളുടെയും കാലിക പ്രസക്തി എന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇത്രയും വിദ്യാഭ്യാസം നേടിയിട്ടും ഇത്രയും കൂടുതൽ ആശുപത്രികൾ ഉണ്ടായിട്ടും ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ രോഗികളുള്ളൊരു പ്രദേശമായി എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നത്? ഇതിനൊരു മാറ്റം വേണ്ടേ? എവിടെയാണ് ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത്? ഒരു വശത്ത് നമുക്ക് 100% സാക്ഷരതയുണ്ട്, മറുവശത്ത് നല്ല മിടുക്കന്മാരായിട്ടുള്ള ഡോക്ടർമാരുണ്ട്. പക്ഷെ എങ്കിൽ പോലും രോഗങ്ങളുടെ നിരക്ക് കുറയുന്നില്ല. 5 പേരിൽ ഒരാൾക്ക് ഇന്ന് കേരളത്തിൽ പ്രമേഹമുണ്ട്, 3 പേരിൽ ഒരാൾക്ക് ഇന്ന് കേരളത്തിൽ ഹൈപ്പർ ടെൻഷനുണ്ട്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ മരുന്ന് കഴിക്കാത്ത ഒരാൾ പോലും ഉണ്ടോ നമ്മുടെ വീട്ടിൽ? ഇല്ല. ആ രീതിയിൽ കേരളം രോഗാതുരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു മറുപടി കണ്ടെത്തുവാൻ ആധുനിക വൈദ്യശാസ്ത്രത്തിന് മാത്രം സാധിക്കുകയില്ല. അവിടെയാണ് മനുഷ്യൻ്റെ സമൂലമായിട്ടുള്ള മാറ്റം ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയും പ്രാധാന്യവും പ്രസക്തിയും നമുക്ക് മനസ്സിലാക്കുന്നത്. അതിനുള്ള വഴികളാണ് ഇതുപോലെയുള്ള ആത്മീയ കാര്യങ്ങൾ എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിച്ചു കൊള്ളട്ടെ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും പുതിയ നിർവചനം അനുസരിച്ച് എന്താണ് ആരോഗ്യം? വാട്ട് ഈസ് ഹെൽത്ത്? ആരോഗ്യമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ് മാത്രമല്ല. എനിക്ക് പ്രഷറില്ല, എനിക്ക് ഷുഗർ ഇല്ല, എനിക്ക് കൊളസ്ട്രോൾ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരോഗ്യവാനാകുന്നില്ല. മറിച്ച് ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ, ആത്മീയമായിട്ടുള്ള ആരോഗ്യം.
ശാരീരികം, മാനസികം, സാമൂഹികം, ആത്മീയം. ഈ 4 ഘടകങ്ങൾ ഒരു വ്യക്തിയിൽ ഒരുപോലെ സമ്മേളിച്ചാൽ മാത്രമേ ആ വ്യക്തിയെ നമുക്ക് സമ്പൂർണ്ണ ആരോഗ്യവാനെന്ന് വിളിക്കുവാൻ സാധിക്കുകയുള്ളൂ.